മീനൂസ് വ്ലോഗിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാർ വ്ലോഗിൻ്റെ അടുത്തൊരു സീരീസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എല്ലാവരും ഉറക്കം എഴുന്നേൽക്കാനൊക്കെ തുടങ്ങി. കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എഴുന്നേൽക്കാൻ. ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ചേച്ചി അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റത് കുറച്ച് ലേറ്റായി പോയത് കാരണം മഞ്ഞൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ചപ്പാത്തിയും എഗ് കറിയും ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ കാന്തല്ലൂർ പോകാനുള്ള പ്ലാനായിരുന്നു. മറയൂരിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂർക്ക് പോകാനായിട്ട്. ബ്രോക്കോളി ഇടിവെട്ട് ബ്രോക്കോളി ഇടിവെട്ട് അപ്പോൾ കുട്ടികൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളതിലായി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം എല്ലാവരും റെഡിയായി പോകാനായിട്ടായിരുന്നു പ്ലാന്. അപ്പം ഞങ്ങളൊരു 10 മണിക്ക് കാന്തല്ലൂർക്ക് പോകാനായിട്ട് ജീപ്പിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങോട്ടത്തെ റൈഡ് ഫുള്ള് ജീപ്പിലാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ രാവിലെ ജീപ്പിൻ്റെ ഡ്രൈവർ ദിനേശ് എന്ന ചേട്ടൻ്റെ പേര് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളും എല്ലാവരും റെഡിയായി പിന്നെ പോകാനുള്ള ഒരുക്കത്തിലായി. പിന്നെ നമ്മളെന്താ വീടൊക്കെ പൂട്ടി എല്ലാവരും ജീപ്പിലേക്ക് കയറുമായിരുന്നു. ഞങ്ങളൊരു 10 മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ 10:30 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. രാവിലെ പോയാൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ കാണാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പോകുന്ന വഴിക്കാണ് അവിടുത്തെ എല്ലാ ഓരോരോ കൾച്ചറിനെ കുറിച്ചും അവിടുത്തെ ഓരോ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ചേട്ടൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോകുന്നത് സാൻഡൽ പാലസിലേക്കാണ്, ചന്ദനത്തോപ്പ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് മൃഗങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. ഇവർ മാൻ, കാട്ടുപോത്ത്, കാട്ടുപന്നി, ഇങ്ങനെ എല്ലാ മൃഗങ്ങളും താഴേക്ക് ഇറങ്ങി വരാറുണ്ട്. ഞങ്ങൾ പോകുന്ന ടൈമിലും ഒത്തിരി മാൻ, കുരങ്ങന്മാരൊക്കെ 2 സൈഡിലായിട്ടുണ്ടായിരുന്നു. കാട്ടുപന്നിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ സാൻഡൽ പാലസിലേക്ക് എത്തി.
അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും പോകുന്ന വഴികളിലൊക്കെ തന്നെ ഫുള്ളും ചന്ദന മരങ്ങളാണ് മൊത്തം. ഇത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, ഗവൺമെൻറ് വന്നിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മറയൂരിൽ ഏറ്റവും കൂടുതലും പ്രശ്നങ്ങളും ഈ ചന്ദനക്കടത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ പക്ഷേ അതുപോലെ തന്നെ ഇവിടെ നിന്നെങ്കിലും ചന്ദനത്തിൻ്റെ പ്രശ്നമായിട്ട് പിടിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ജയിലിൽ ഒത്തിരി ഇതൊക്കെ ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും കാന്തല്ലൂരിലോട്ട് പോയി. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഹിൽ ടോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളീ പോകുന്നത്. ശരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഫുൾ പ്രകൃതി എന്ന് പറയുന്നത്, നമ്മൾ പ്രകൃതി ആസ്വാദകരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകേണ്ട ഒരു ഇടം തന്നെയാണ് ഈ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ ഈ ഭാഗമൊക്കെ. ഇവിടുത്തെ മെയിനായിട്ട് ഒത്തിരി മറയൂർ ശർക്കര ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. ഒറിജിനൽ ശർക്കര തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകാനായിട്ട് പോകുന്നത് പ്ലാന്റേഷൻ, അതായത് ഈ ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റിലാണ്. നമ്മൾ പോകുന്ന ടൈം സീസൺ അല്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം നട്ട് ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സീസൺ ടൈം ആയിട്ടുണ്ടായില്ല. ഇതൊരു മലയാളി സാർ, ജോർജ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹം ഇവിടെ വന്നിട്ട് സ്ഥലം മേടിച്ചു. അദ്ദേഹം തുടങ്ങിയ ഒരു പ്ലാന്റാണ് ഇവിടുത്തെ, പ്ലാന്റേഷനാണ് ഇവിടെയൊക്കെ. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ കൂടുതൽ നല്ല അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് ഒത്തിരി എന്താ പറയുക, നല്ല ചെടികൾ, നല്ല പൂക്കളൊക്കെ ഉള്ള ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും അത് നമ്മുടെ ഭാഗത്തോട്ടേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത്രയും തന്നെയും അതുണ്ടായി വരില്ല. സീസൺ ടൈം അല്ലാത്തത് കാരണം നമുക്ക് ഒത്തിരി അങ്ങ് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ വന്ന സമയത്ത് അമ്മമ്മ ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. താഴെ കാണുന്നതൊക്കെ ബ്ലൂബെറി ആണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇല തന്നെ പൂവായിട്ട് മാറും. ഇത് കല്ലുവാഴയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടും നല്ല കല്ല് കിടക്കും. ഇവിടെ ഓറഞ്ച്, ആപ്പിൾ, പിന്നെ കാണുന്നതൊക്കെ ഓറഞ്ച് തോട്ടമാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്. സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നിൽപ്പുണ്ടായിരുന്നുള്ളൂ. സീസൺ ടൈമിൽ അവർ അവിടെ നിന്ന് തന്നെ പറിച്ച് കിലോ കണക്കിന് സെയിൽ ചെയ്യും എല്ലാം. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ വൈറ്റ് സപ്പോട്ട, ഇതൊക്കെ വൈറ്റ് സപ്പോട്ട. താഴെ കാണുന്ന അതൊക്കെ ബ്ലൂബെറി തോട്ടമാണ്. ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഈ ഐറ്റംസ് അവിടെ ഉള്ളത്. ശരിക്കും സീസൺ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കതൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ പലതരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് ഐറ്റംസ്, പേരയ്ക്ക, അങ്ങനെ ഇത് ഇപ്പോൾ കാണിച്ചത് പേരയ്ക്ക, അവരുടെ വെറൈറ്റി അത്.
മാവാ അത്. പാഷൻ ഫ്രൂട്ടാണ് അവിടുത്തെ, പാഷൻ ഫ്രൂട്ടാണ്. അവിടുത്തെ കാലാവസ്ഥയിൽ നിൽക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മിക്കവാറും ചെടികളെല്ലാം തന്നെ അവിടെ നന്നായിട്ട് തന്നെ ഫലം ഉണ്ടാക്കും. കാരണം അവിടെ എല്ലാ കാലാവസ്ഥയും ഒരുപോലെ ലഭിക്കും. ചൂടാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇതായിരിക്കും. ഈ ചെടിക്ക് ഇല തന്നെ പൂവായിട്ട് മാറും. അങ്ങനത്തെ നല്ല ഭംഗിയാകും കാണാനൊക്കെ. ഇത് വൈറ്റ് സപ്പോട്ടയുടെ മരമാണ്. നേരത്തെ കാണിച്ച ബ്ലൂബെറി, ഇത് ബ്ലാക്ക്ബെറി തോട്ടമാണ്. ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയാണ് താഴെ കാണുന്നത് ഫുള്ള്. blackberry plant. പിന്നെ ഇത് ആപ്പിളാണ്. ആകെ ഒരു മരമേ അവിടെ ആപ്പിൾ ഉണ്ടായിരുന്നതായിട്ട് കണ്ടുള്ളൂ. ബാക്കിയെല്ലാം സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇലയൊക്കെ പോയിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് വയ്ക്കുന്നത് ഒരു ചെടിയുണ്ടല്ലോ. ശരിക്കും ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് ഇതാണ്. കറക്റ്റുള്ള ക്രിസ്മസ് ട്രീ ഫോറിൻ കൺട്രീസിലായാലും അവിടെ യഥാർത്ഥ ക്രിസ്മസ് ട്രീ ഇതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾ നല്ല പിങ്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പം അതൊക്കെ പോയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇതിനെ ക്രിസ്മസ് ട്രീ ആയിട്ട് യഥാർത്ഥ ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. കയറി. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.